ഇപ്പോൾ സുജയ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒന്നാം ഘട്ടം ഒരു പ്രോ എൻ ഡി എ ആണ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടമാണ് ഒന്നാം ഘട്ടം. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഏറ്റവും പ്രധാനമായി വെസ്റ്റേൺ യു പി ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുണ്ട്. വെസ്റ്റേൺ യു പി എന്ന് പറഞ്ഞാൽ 8 സീറ്റുകളാണ് അവിടെ ഉള്ളത്. മുസാഫർ നഗർ, സരാൻപൂർ, ബിജ്നോർ, കൈറാന, നാഗിന, രാംപൂർ, പീലിഭിട്ട്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 8 കോൺസ്റ്റിറ്റ്യുവൻസികൾ വെസ്റ്റേൺ യു പിയിലുണ്ട്. ഈ വെസ്റ്റേൺ യു പിയിൽ ഏപ്രിൽ 7-ാം തീയതി ഈ മാസം 7-ാം തീയതി ഒരു വളരെ പ്രധാനപ്പെട്ട മഹാപഞ്ചായത്ത് നടന്നു. ആ മഹാപഞ്ചായത്ത് വിളിച്ചു കൂട്ടിയത് രാജ്പുത് സമുദായക്കാരാണ്. രാജ്പുത് സമുദായക്കാർ ആ മഹാപഞ്ചായത്ത് വിളിച്ചു കൂട്ടിയിട്ട് ആഹ്വാനം ചെയ്തത് ബോയ്ക്കോട്ട് BJP എന്നാണ്. മുസാഫർ നഗർ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ് ഈ വെസ്റ്റേൺ യു പി. വെസ്റ്റേൺ യു പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് നമുക്കറിയുന്നത് പോലെ മുസ്ലിം വോട്ട് ബാങ്കാണ്. അവിടെയാണ് 2013 വലിയ കലാപം ഉണ്ടാവുകയും ആ കലാപത്തിൻ്റെ നേട്ടം യു പിയിലുടനീളം BJP കൊയ്യുകയും ചെയ്തത്. ഈ മുസാഫർ നഗറും സഹറാൻപൂറും അടക്കമുള്ള ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ വളരെ നിർണായകമായ മറ്റൊരു വോട്ട് ബാങ്കാണ് ഈ രാജ്പുത്തുകൾ പരസ്യമായി ഈ മാസം 7-ാം തീയതി മഹാപഞ്ചായത്ത് വിളിച്ച് BJPയെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം ജനറൽ VK സിംഗിന് സീറ്റ് കൊടുത്തിട്ടില്ല അവിടെ. അതിൻ്റെ ഭാഗമായി രാജ്പുത്തുകൾ, അതുപോലെ തന്നെ ത്യാഗികൾ, സൈനീസ്, കശ്യപുകൾ, ഇവരൊക്കെ തന്നെയും വലിയ രീതിയിൽ BJP ആയിട്ട് വിയോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് 8 പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഇന്ന് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സുജയ പറഞ്ഞൊരു ഫാക്ടറുണ്ട്, അവിടെ BSP മത്സരിക്കുന്നുണ്ട്. BSP അവിടെ എല്ലായിടത്തും മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJPക്ക് അവിടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട്സ് BSP ഭിന്നിപ്പിച്ചാൽ ഈ പറയുന്ന രാജ്പുത്തുകളുടെ ആ പ്രതിഷേധത്തെ മറികടക്കാൻ BJPക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം, അവിടുത്തെ മുസ്ലിങ്ങൾ ഇക്കുറി അങ്ങനെ BSPയുടെ ഈ ചതിക്കുഴിയിൽ വീഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ എൻ ബ്ലോക്കായിട്ട് മുസ്ലിംസ് ഇന്ത്യ ബ്ലോക്കിന് തന്നെ വോട്ട് ചെയ്യുകയാണ് എങ്കിൽ രാജ്പുത്തിൻ്റെ ഈ പ്രതിഷേധം കൂടി വന്നാൽ വെസ്റ്റേൺ യു പി ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. ഇനി വെസ്റ്റേൺ യു പിയിലെ ഈ രാജ്പുത്തിൻ്റെ പ്രതിഷേധം അവിടെ മാത്രമായി നിൽക്കുന്നില്ലെന്നേ. രാജ്പുത്ത് ഏറ്റവും വലിയ വോട്ട് ബാങ്കായ മറ്റൊരു സംസ്ഥാനത്ത് 12 സീറ്റുകളിൽ നിന്ന് മത്സരം നടന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ 12 സീറ്റുകളിൽ ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞ രാഷ്ട്രീയ ലോക്ദൾ പാർട്ടി, കഴിഞ്ഞ പ്രാവശ്യം അവരോടൊപ്പം ആയിരുന്നൊരു സീറ്റുണ്ട് അവർക്ക്. ആ പാർട്ടി ഇപ്രാവശ്യം ആരുടെ കൂടിയാണ്? ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ്. ഭാരതീയ ആദിവാസി പാർട്ടി ആരോടൊപ്പമാണ്? ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ്. CPM, CPI അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ആരോടൊപ്പമാണ്? ഇന്ത്യ ബ്ലോക്കിനോടൊപ്പമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ എന്താ അവിടെ കണ്ടത്? ഒറ്റയ്ക്കാണ് കോൺഗ്രസ് മത്സരിച്ചത്. എന്നിട്ട് 25 സീറ്റിലും തോറ്റു. ഇപ്രാവശ്യം മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് എന്ന് മാത്രവുമല്ല, അവിടെ വസുന്ധര രാജേ സിന്ധ്യ എന്താ ചെയ്യുന്നത്? വസുന്ധര രാജേ സിന്ധ്യ ഈ പ്രചരണത്തിൽ ഇറങ്ങിയിട്ടില്ല. വസുന്ധര രാജേ സിന്ധ്യ ഒരു ചെറിയ ആളല്ല രാജസ്ഥാൻ രാഷ്ട്രീയത്തിൽ. അതുമാത്രവുമല്ല, BJPയുടെ ദേശീയ നേതൃത്വം മാത്രമാണ് രാജസ്ഥാനിലെ കാര്യങ്ങൾ തീരുമാനിച്ചെന്നൊരു പ്രതിഷേധം ആ പാർട്ടിയിൽ അവിടെയുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയെയും അവിടുത്തെ പാർട്ടി പ്രസിഡന്റിനെയും നോക്കുകുത്തിയാക്കിയിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് അവിടെ കാൻഡിഡേറ്റിനെ തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്ത് ചില പ്രതിഷേധങ്ങളുണ്ടെന്ന് മാത്രവുമല്ല, ഈ സച്ചിൻ പൈലറ്റ് വരുന്ന ഗുജ്ജർ വിഭാഗം, അതുപോലെ തന്നെ മീണ വിഭാഗം, ഈ വിഭാഗങ്ങളിലും ഒരു എതിർപ്പ് BJPയോട് രൂപപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, 2018 തൂത്തുവാരിയാണ്. 2018 വലിയ വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. പക്ഷേ 2019 എന്താ സംഭവിച്ചത്? BJP അവിടെ തൂത്തുവാരി. 2024 ഇപ്രാവശ്യം BJP അവിടെ വിജയിച്ചു. 23 അവിടെ BJP വിജയിച്ചു, സംസ്ഥാന സർക്കാർ പിടിച്ചു. 2024 സ്ഥിതി രാജസ്ഥാനിലും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഈ പറയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ഫസ്റ്റ് ഫേസ് നിർണായകമാകുന്നത്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യം 50 സീറ്റ് പിന്നെ ഒന്നാം ഘട്ടത്തിൽ BJPക്ക് UPAക്ക് കിട്ടിയതിൽ 39 സീറ്റിൽ 38 സീറ്റും DMK പിടിച്ചുകൊണ്ടാണ് ആ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാൽ കോൺഗ്രസ് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ മോശപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചത്. അവർക്ക് ആകപ്പെടെ 52 സീറ്റല്ലേ ഇപ്പോഴും ഉള്ളൂ. എന്നാൽ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ വെസ്റ്റേൺ UP ഒരു പ്രശ്നമാണ്, രാജസ്ഥാനിലൊരു പ്രശ്നമുണ്ട്, മഹാരാഷ്ട്രയിലും ബീഹാറിലും പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ചെറിയ കാര്യമല്ല. മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇന്ത്യ ബ്ലോക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് BJPയുടെ ആഭ്യന്തര സർവേ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഒന്നാം ഘട്ടം യഥാർത്ഥത്തിൽ നിർണായകമായിരിക്കുന്നത് BJPക്കാണ്. കാരണം BJP 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും അത് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് 2019 ബാഡ് പെർഫോമൻസിൻ്റെ അപ്പുറത്തേക്ക് കടക്കുകയും BJPയുടെ പല സീറ്റുകളിലും വിജയിച്ചു വരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി പറയാം കേട്ടോ, ഈ പിലിഭത്ത് കൂടിയുണ്ട് കേട്ടോ. പിലിഭിറ്റ് എന്ന് പറയുന്ന മണ്ഡലം, അതായത് വെസ്റ്റേൺ UPയിലെ 8 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പിലിഭിറ്റാണ്. അതെന്താണ് ആ പിലിഭിറ്റിൻ്റെ പ്രത്യേകത? പിലിഭിറ്റ് എന്ന് പറയുന്നത് മനേകാ ഗാന്ധി സ്വതന്ത്രയായും ജനതാദളിൻ്റെ ഭാഗമായും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പിന്നീട് അവർ BJPയിൽ ചേർന്നു, BJPയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഈ മനേകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി ആയിരുന്നു പിന്നീട് പിലിഭിറ്റിൽ നിന്നുള്ള MP. ഇവരെ രണ്ടുപേരും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ മത്സരിക്കുന്നത് BJPയുടെ ആരാന്നറിയോ? ജിതിൻ പ്രസാദയാണ്. അപ്പം
ആ അർത്ഥത്തിൽ ഈ പറയുന്ന വെസ്റ്റേൺ UP-യിലെ 8 സീറ്റ് വളരെ പ്രധാനമാണ്. അവിടെ BJP വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്, പ്രത്യേകിച്ച് സാമുദായികമായിട്ട്. അതേ സമുദായം തന്നെ രാജസ്ഥാനിൽ BJPക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ബീഹാറിലും BJP വിചാരിക്കുന്ന രീതിയിൽ ഇക്കുറി പെർഫോം ചെയ്യില്ല എന്ന് BJPക്ക് ഉറപ്പുണ്ട്. ഈ അർത്ഥത്തിൽ ഒന്നാം ഘട്ടം പ്രോ NDA അല്ല, അത് ഞാൻ പ്രോ UPA ആണെന്ന് പറയുന്നില്ല. അത് വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. BJP വിചാരിക്കുന്ന ഒരു നേട്ടം ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ 4 സംസ്ഥാനങ്ങളില്ല. എവിടെയൊക്കെയാ? ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ശരി, നല്ല Meet the editors.